ശിവകാർത്തികൻ സൂപ്പറായിട്ടാണ്. നല്ല സിനിമയാണ്. ഫൈറ്റ് കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് വന്നത്. അത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി അത് പ്രശ്നമാണെന്ന് വിചാരിച്ച് വെച്ചൊന്നും പറ്റില്ല. കിടിലം പടം, കിടിലം, വേറെ ലെവൽ പടം. കിടിലായിട്ടുണ്ട്. എക്സ്പെക്ടേഷൻസ് നല്ല കീപ്പ് ചെയ്തു. കാസ്റ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ട BGM വർക്ക്സ് തന്നെയാണ്. നല്ല പടം തന്നെ, വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ട്. സോ വെറൈറ്റി തീമാണ്. സ്ക്രിപ്റ്റും അതേപോലെ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷെ മേക്കിംഗ് ഒക്കെ ആ ഒരു മാവിരം കൺസെപ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആണ് നല്ലൊരു എന്റർടൈൻമെന്റ് പടം. കൊള്ളാം, അടിപൊളിയായിരുന്നു. തിരിച്ച് ഒരു പടം പോയതിൻ്റെ തിരിച്ചു വന്നതിൻ്റെ ഒരു അടിപൊളിയായിട്ടിരിക്കുന്നു, മനസ്സിലായി. കൊള്ളാം, അടിപൊളി സിനിമ. നല്ല ഇതായിരുന്നു, നല്ല ആക്ഷൻ ബാക്ക്, ഫുൾ ആക്ഷൻ ബാക്ക്, കോമഡി എല്ലാം ഉണ്ട്, എല്ലാം മിക്സാ. ഫാന്റസി, അത് ശിവകാർത്തികൻ അടിപൊളിയല്ലേ. പടം സൂപ്പർ പടമാണ്, കണ്ടിട്ടിരിക്കാം. അവസാനം വരെ പടം സൂപ്പറാണ്. സൂപ്പർ പടം, സൂപ്പർ പടം. ഇല്ല, ഒരു പുതിയൊരു ചേഞ്ച് ശിവകാർത്തി തിരിച്ചു വരണം. ഇത് ഈ പടത്തോടെ തിരിച്ചു വരും. നല്ല പടം. ഒരു കംബാക്ക് തന്നെയാണ്. SK നല്ലൊരു കംബാക്ക് തന്നെയാണ്. കൊള്ളാം. എന്താ പിന്നെ മുമ്പിറങ്ങിയ പടത്തെക്കാളും കൊള്ളാം, എല്ലാത്തിനേക്കാളും കൊള്ളാം. ഹീറോയ്ക്ക് ശേഷം അങ്ങനെ ഒരു സോഷ്യൽ ആയിട്ടൊരു പടം ഇപ്പോഴുള്ള നല്ല പടം. കൊള്ളാം ബ്രോ, നല്ല പടം. നല്ല എൻഗേജിങ് ആണ്. കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ. നല്ല പടമാണ്. കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് മാസ് ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. വാച്ചബിളാണ്. ക്ലൈമാക്സ് മാത്രം ചെറുതായിട്ടൊരു തോന്നി. പടം അടിപൊളിയാണ്. കോമഡി ടൈമിംഗ് ഒക്കെ ഇനി ശിവകാർത്തികൻ ഇതേപോലെ ഒരു പടം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് നല്ല രീതിക്കാണ് പടം എടുത്തവരുടെ കോമഡി ബാക്കി എന്റർടൈനറാണ്. മൊത്തം പടത്തിൽ കോമഡി അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. SK തിരിച്ചു തരുക, കൺഫേം ആയിട്ട് തിരിച്ചു തരുക. എല്ലാവരുടെ പെർഫോമൻസ്, SKയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. രക്ഷയില്ല. സാറ്റിസ്ഫൈഡ് ആണ്. ശിവകാർത്തികൻ സൂപ്പറാണ് ബ്രോ. നല്ല കട്ട SK ഫാനായിട്ട് പറയുന്നതല്ല, ശരിക്കും SKയുടെ ഒരു കംബാക്ക് നമുക്ക് തിരിച്ച് കാണാൻ പറ്റും ഇപ്പോഴത്തെ. അതിൻ്റെ ആക്ഷൻ സീൻസ് ആയാലും ശരി, എല്ലാം ഡയറക്ടർ പക്കായിട്ട് എടുത്തിട്ടുണ്ട്. SKയുടെ ആക്ടിങ്ങും ഡയറക്ടറിൻ്റെ മേക്കിങ്ങും ആണ് ശരിക്കും ഈ പടം സൂപ്പർ ഹിറ്റാവും, ഉറപ്പാണ്. പടം കിട്ടില്ല ബ്രോ. എഡിറ്റിംഗ് ഒക്കെ പൊളിയാം. SKൻ്റെ നല്ല കംബാക്ക് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ലാഗ് അടങ്ങിന് പോലും, സെക്കൻഡ് ഹാഫ് വേറെ കിട്ടില്ല ബ്രോ. ഫാമിലി പടം നല്ലൊരു പടം തന്നെയാണ്. ഒരു സൂപ്പർമാൻ പവർ പോലത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാ പടത്തിനേക്കാളും നമുക്ക് പാട്ടും ഇതൊക്കെ കുറവായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ള് പടത്തിൻ്റെ ആ ഒരു ഇതാണ്. ഫുൾ സെറ്റും കാര്യങ്ങളെല്ലാം ഫുൾ അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച കുറേ പേരുടെ നമ്മൾ ഈ റീസെൻ്റായിട്ട് ഞായറാഴ്ച കൊച്ചിയിൽ പോയായിരുന്നു. അപ്പോൾ സംസാരിച്ച് അവർ മാളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര്, അപ്പോൾ ഈ നടി അല്ലാതെ കുറേ പേര് ഈ പടത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ടൈമിങ്ങിനും ഇതുമായിട്ട് സെറ്റായിട്ടുണ്ട്. കറക്റ്റ് സിങ്കായിട്ടുണ്ട് പടം ഫുള്ളായിട്ട്. പടം നല്ല പടമാണ്, നല്ല സൂപ്പർ പടമാണ്. ഈ ബാക്കി സപ്പോർട്ടൊക്കെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇത് വന്നിട്ട് 20ാമത്തെ പടമാണ് SKയുടെ. 20ാമത്തെ പടത്തിൽ ഇതിന് മുമ്പുള്ള പടം ആയാലും ശരി, അതായത് ഒരു ഡോക്ടർ, നമ്മളെ റിമോ, ആ ടൈമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വ്യത്യസ്തമായിട്ടുള്ള ജോണറിലാണ് പടം ചെയ്യണം. ഇപ്പം നേരത്തെ ഒരാളൊന്ന് ചോദിച്ചു ഡോക്ടർ ഈ പടം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡോക്ടറിനെക്കാട്ടി കൊള്ളാമെന്ന് ചോദിച്ചു. നമ്മൾ ആ ഡോക്ടർ ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡോക്ടറിൻ്റെ ജോണർ ഇതിൻ്റെ ജോണർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടറിനെ മനോജ് ആശ്മിൽ 2 നാഷണൽ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഷോർട്ട് ഫിലിം എടുത്തപ്പോഴേ നാഷണൽ അവാർഡ് വാങ്ങിച്ചു. കഴിഞ്ഞ മണ്ടയിൽ എന്ന പടത്തിൽ നാഷണൽ അവാർഡ് വാങ്ങിച്ചു. അങ്ങനെ ഒരു പുള്ളിയിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ SKനെ കിട്ടുമ്പോഴത്തേക്കും മാക്സിമം ഊറ്റി എടുത്തിട്ടുണ്ട് SKയിൽ. അത് അടുത്ത പടം ഇനി അങ്ങോട്ട് പോണ പടത്തിലേക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴത്തേക്കും സെറ്റായിട്ട് വരും. മാവീരൻ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന് കാണാമെന്ന ഒരു പടമാണ്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല. കാരണം കഴിഞ്ഞ പടം തന്നെ വധമായിരുന്നു ശിവകാർത്തികൻ്റെ. പക്ഷേ ഇത് അതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പടമാണ് ശിവകാർത്തികൻ്റെ. ഒരു വൻ തിരിച്ചു വരുമെന്ന് തന്നെ പറയാം. പെർഫോമൻസ് വൈസ് എല്ലാം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിയാവുന്ന കിടിലൻ ഡയറക്ടറായ മിസ്കിൻ ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും യോഗി ബാബുവിൻ്റെ കുറേ നാൾക്ക് ശേഷം നല്ല കുറച്ച് കൗണ്ടേഴ്സ്, നല്ലൊരു കോമഡി, ചിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം പടത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുമുണ്ട്. ആരും ഒരു മോശം പറയാൻ വേണ്ടിയില്ല. പിന്നെ പടത്തിനെ എടുത്ത് പറയാത്ത കാണണം എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു പടമായതുകൊണ്ടാണ്
ഞാൻ ചുരുക്കി പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് എനിക്ക് കഥ എടുത്ത് പറയാൻ പറ്റത്തില്ല. കഥ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ ഒരു രസം കാണത്തില്ല പിന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ. പക്ഷേ എന്തായാലും ഒരു തിരിച്ചു വരവ് തന്നെ പറയാം ശിവകാർത്തികേയൻ്റെ. പിന്നെ അധികം ഇമിറ്റേഷൻ ഫീൽ ചെയ്തില്ല, സ്വന്തമായിട്ട് നിന്ന് ചെയ്ത ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡോക്ടറിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഫീൽ ചെയ്തത് ശിവകാർത്തികേയൻ്റെ. ഒരു വെറൈറ്റി സിനിമയാണ്, ഇനി റീസെന്റ് ആയിട്ട് ഇറങ്ങിയ കുറച്ചുകൂടെ വ്യത്യാസമാണ്. അത്യാവശ്യം ഒരു വ്യത്യാസമുണ്ട്, കഥ പറഞ്ഞു പോകുന്നൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ രക്ഷകൻ്റെ ഒരു സീസൺ ആണല്ലോ, അതുകൊണ്ട് ആ രക്ഷകൻ്റെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പുതിയൊരു രീതിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ശിവകാർത്തികേയൻ നമുക്ക് കാണുമ്പോൾ കുറേ വളുപ്പാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഇടയ്ക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് കുറച്ച് ഒതുങ്ങി നല്ല സെലക്ഷനായിരുന്നു, സ്ക്രിപ്റ്റ് സെലക്ഷനായിരുന്നു പുള്ളിക്കാരൻ്റെ. അത് നമുക്ക് എടുത്ത് പറയാം, കാരണം അത് കാണുമ്പോൾ. പിന്നെ ഇടയ്ക്ക് ചെറിയ ലാഗുകളെല്ലാം ഉണ്ട്, അത് പക്ഷേ അത് അങ്ങനെ ബോറായിട്ട് തോന്നുന്നില്ല. ബട്ട് അത് കണ്ടിരിക്കാൻ തോന്നുന്ന ഫീലാണ്. ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ലൈനിൽ പോകുന്നതാണ്, കോമഡി അത്യാവശ്യം കോമഡി അങ്ങനത്തെ ഇതായിട്ട് പോകുന്നത്. സെക്കൻഡിൽ കുറച്ച് ഇമോഷൻസും ഉണ്ട്, അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ കഥാതന്തു പറയുന്നില്ല, കാരണം അത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചിലർക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമായിരിക്കും. പക്ഷേ ഇതൊരു നല്ലൊരു വർക്കാണ്, അത് കാണേണ്ടത് തന്നെ, കണ്ടു നോക്കിയാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.